മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടിയും ഔതക്കുട്ടിച്ചായനും ചേർന്ന് സ്നേഹനികേതനം കാട്ടിക്കൊടുക്കുകയായിരുന്നു വൈജയന്തിക്ക്. പുറമേ നിന്ന് കാണുന്നത് പോലെ അത്ര ശാന്തമല്ല അകത്തളങ്ങൾ എന്ന് വൈജയന്തിക്ക് മനസ്സിലായി. രോഗികളായ വൃദ്ധരുണ്ട്, പരാതിക്കാരുണ്ട്, വിശപ്പ് തീരാത്തവരുണ്ട്, മക്കൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടോ എന്ന് കാതോർത്തിരിക്കുന്നവരുണ്ട്. രേവതിക്കുട്ടി പറയുകയാണ്, ദേ ഈ വല്യപ്പച്ചന് ഷുഗറാ, എന്നാലും എപ്പോഴും ചോറും ഇഡ്ഡലിയും ദോശയും തന്നെ വേണം. ലഡുവോ ജിലേബിയോ അലുവയോ കിട്ടിയാൽ ഭയങ്കര സന്തോഷം. അപ്പുറത്തെ കട്ടിലെ അപ്പാപ്പന് ഓർമ്മക്കുറവാണ്. ആഹാരം കഴിച്ചതെല്ലാം മറന്നുപോകും. വല്ലതും കഴിച്ച് കൈ കഴുകി 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ പ്ലേറ്റും എടുത്തുകൊണ്ട് വീണ്ടും വന്നിരിക്കും. വൈജയന്തി തലയാട്ടി കേട്ടു. ഡോർമെട്രിയിൽ കിടക്കുന്ന പല ആൾക്കാരും വൈജയന്തിയുടെ മനസ്സിൽ ചെറിയ നടുക്കം സൃഷ്ടിച്ചു. ജീവിതത്തിൻ്റെ എണ്ണ പറ്റി കരിന്തിരി കത്തുന്ന മനുഷ്യക്കോലങ്ങൾ, മരണത്തിൻ്റെ കാലൊച്ച കേൾക്കുന്നവർ, അവസാന നാളുകളിലേക്ക് വേണ്ടി കുറച്ച് സ്നേഹവും ശുദ്ധവായുവും ഭക്ഷണവും മരുന്നും അവർക്കായി ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. അലീന ചേച്ചിയുടെ അമ്മ എന്ന് രേവതിക്കുട്ടി പരിചയപ്പെടുത്തിയപ്പോൾ ഇളം പച്ച നിറമുള്ള ഹൗസ് കോട്ട് ഇട്ട് അച്ചടക്കത്തോടെ ഇരുന്നൊരു സ്ത്രീ ചോദിക്കുകയാണ്, ഹൂ ഈസ് അലീന ചേച്ചി? അപ്പോൾ രേവതിക്കുട്ടി, അലീന ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി. ഹൂ ആർ യു? നിന്നെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നോ? വൈജയന്തി അവരെ സൂക്ഷിച്ചു നോക്കി. 70 താഴെ പ്രായം കാണുകയുള്ളൂ. മുടി പാതി നരച്ചു. മുഖത്ത് ഏതോ പ്രതാപകാലത്തിൻ്റെ പ്രൗഢി അവശേഷിക്കുന്നുണ്ട്. അഭിജാതയാണെന്ന് വ്യക്തം. അവർ വൈജയന്തിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ഹൂ ആർ യു? രേവതിക്കുട്ടി വീണ്ടും ആവർത്തിക്കുകയാണ്, അലീന ചേച്ചിയുടെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ടില്ലല്ലോ. യുവർ നെയിം പ്ലീസ്? വൈജയന്തി, ഡു യു നോ ഹൂ ആം ഐ? ഐ ആം ദ പ്രിൻസിപ്പൽ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ആവേ മരിയ. ഐ ആം കമ്മിങ് ഫ്രം ദർ. എൻ്റെ കുടുംബം അറിയാമോ? മലയപ്പള്ളിക്കാരെന്ന് പറഞ്ഞാൽ അങ്കമാലിയിലും ചാലക്കുടിയിലും അറിയാത്തവരില്ല. ചാലക്കുടി ടൗൺ എൻ്റെ അപ്പൻ ആഞ്ചലോസിൻ്റെതായിരുന്നു. കുറേയൊക്കെ വിറ്റു, കുറേ ദാനം ചെയ്തു. മലയപ്പള്ളി ആഞ്ചലോസ് എന്ന് കേട്ടിട്ടില്ലേ? എന്തുട്ട് മനുഷ്യരാ നിങ്ങൾ. ഔതക്കുട്ടിച്ചായൻ പെട്ടെന്ന് വൈജയന്തിയുടെ കാതിൽ പറയുകയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നു. ഇവിടെ നിന്നാൽ വർത്തമാനം തീരില്ല. ഉടനെ അവർ അടുത്ത കട്ടിലിന് നേർക്ക് നീങ്ങി. രേവതിക്കുട്ടി അപ്പോൾ പറയുക, ടീച്ചറായിരുന്നു നൈജീരിയയിൽ. പഴയ MSc റാങ്ക് ഹോൾഡറാ. പറഞ്ഞിട്ടെന്താ കാര്യം? റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ട. 2 മക്കളിൽ ഒരാൾ മർച്ചൻ്റ് നേവിയിലാണ്. നോർവേ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. മകൾ അങ്ങ് ഇറ്റലിയിൽ. നോക്കാൻ ആരുമില്ല. കുറേ കാലം ഒറ്റയ്ക്ക് ജീവിച്ചു. പിന്നെ കുറേശ്ശെ ഓർമ്മ നഷ്ടപ്പെടാൻ തുടങ്ങി. ഉണ്ടായിരുന്ന സ്വത്ത് ബന്ധുക്കളാരോ സൂത്രത്തിൽ ഒപ്പിടിച്ചങ്ങ് സ്വന്തമാക്കി. അങ്ങനെയാ ഒടുവിൽ ഇവിടെ എത്തിയത്. പ്രമേഹം കാലിൽ വിണ്ടുപൊട്ടി വ്രണങ്ങളുമായി കിടക്കുന്ന ഒരാൾ. ഇനി ഒരു സ്ത്രീ ക്യാൻസർ രോഗിയാണ്. വൈജയന്തിയുടെ ചുമലിൽ ആരോ തോണ്ടി. വൈജയന്തി പെട്ടെന്ന് മുഖം തിരിച്ചു. ഹൂ ആർ യു? കണ്ടിട്ടില്ലല്ലോ. വീണ്ടും നൈജീരിയക്കാരി ടീച്ചർ. അല്പം മുമ്പ് പരിചയപ്പെട്ടതെല്ലാം അവർ മറന്നു കഴിഞ്ഞിരിക്കുന്നു. വെളിയിൽ പെട്ടെന്ന് ജീപ്പിൻ്റെ ഇരമ്പം കേട്ടു. അലീന ചേച്ചി വന്നു. അത് അലീന ചേച്ചിയുടെ പപ്പയുടെ ജീപ്പാണ്. രേവതിക്കുട്ടി ഉത്സാഹത്തോടെ പറയുകയാണ്. നെഞ്ചിൽ ഒരു കൊള്ളിമീൻ പാഞ്ഞതുപോലെ തോന്നി വൈജയന്തിക്ക്. ഹൃദയത്തിൻ്റെ ചക്രവാളത്തിൽ ഒരു കടുംതുടി മുഴങ്ങി. സാധനങ്ങൾ ഇറക്കാനായി ജംഗ്ഷനിൽ നിന്ന് 2 ചുമട്ടുതൊഴിലാളികൾ ജീപ്പിൻ്റെ പിൻപിൽ കയറിയിരുന്നു. അവരോട് സാധനങ്ങൾ ഇറക്കി വെക്കുവാൻ നിർദ്ദേശിച്ചിട്ട് അലീന അകത്തേക്ക് കയറി. ഡോർമിറ്ററിയുടെ വാതിൽ കടന്നപ്പോൾ അവൾ കണ്ടു, നിരനിരയായിട്ട കട്ടിലുകൾക്കിടയിൽ രേവതിക്കുട്ടിയോടും ഔതക്കുട്ടിച്ചായനോടുമൊപ്പം വൈജയന്തി. ആരോ പിടിച്ചു നിർത്തിയതുപോലെ അലീന അവിടെ നിന്നുപോയി. വൈജയന്തിയും അലീനയെ കണ്ടു കഴിഞ്ഞിരുന്നു. വൈജയന്തിയുടെ നോട്ടം ചുമരിലൂടെ നിരയൊപ്പിച്ച കട്ടിലുകൾക്കിടയിലൂടെ പതറിപ്പതറിയൊടുവിൽ സ്വന്തം കാൽച്ചുവട്ടിൽ വന്ന് തങ്ങി. അവളുടെ കണ്ണിൽ ഒരെണ്ണപ്പാട വന്നു മൂടി. എല്ലാ കാഴ്ചകളും അവ്യക്തമായി. പെട്ടെന്നുണ്ടായ ആ സ്തംഭനാവസ്ഥ മനസ്സിലാക്കി ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, സാധനങ്ങൾ ഇറക്കാൻ ആളില്ലായിരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയാൾ അലീന നിൽക്കുന്നിടത്തേക്ക് നടന്നു. അപ്പോഴേക്കും സ്റ്റാൻലിയും അലീനയുടെ സമീപത്തെത്തി. അതുവരെ ഉണ്ടായിരുന്ന മുറുക്കമൊന്നയഞ്ഞു. രേവതിക്കുട്ടി വൈജയന്തിയെ നോക്കി. ആ മുഖത്ത് ഭാവവൈവശ്യം മറച്ചുവെക്കാനാവാത്തത്ര പ്രകടമായിരുന്നു. സ്റ്റാൻലി രേവതിക്കുട്ടിയോട് ചോദിക്കുകയാണ്, ഇവിടെ കരണ്ടില്ലേ? ഇല്ല പപ്പ, ഇതുവരെ കരണ്ട് വന്നില്ല. സന്ധ്യയാകാൻ പോകുന്നല്ലോ. ഇതിനിടയിൽ ചുമട്ടുതൊഴിലാളികൾ അലീനയെ വിളിച്ചു. അവൾ മുൻവരാന്തയിലേക്ക് തിരികെ പോയി. തൊഴിലാളികൾ അരിച്ചാക്കും ആട്ടമാവിൻ്റെ ചാക്കും മറ്റ് സാധനങ്ങളുമെല്ലാം ഇറക്കി വരാന്തയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും അവളുടെ പിന്നാലെ വരാന്തയിലേക്ക് വന്നു. ഈ വരാന്തയിൽ വെച്ചാൽ മതിയോ, അതോ സ്റ്റോറിലേക്ക് എടുത്തു വെക്കണോ? ചുമട്ടുതൊഴിലാളികളിൽ ഒരാൾ ചോദിക്കുകയാണ്. വേണം, അകത്തേക്ക് എടുത്തു വെക്കണം, അലീന മറുപടി പറഞ്ഞു. അവർ ചാക്കുകെട്ടുകളും മറ്റ് പ്ലാസ്റ്റിക് പാക്കറ്റുകളും സൂക്ഷ്മതയോടെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അലീന അതെല്ലാം എവിടെ വെക്കണമെന്ന് പറയാൻ വേണ്ടി അവർക്കൊപ്പം ചെന്നു. വൈജയന്തി സാവധാനം മുൻവരാന്തയിലേക്കെത്തി. അവിടെ സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും നിൽപ്പുണ്ടായിരുന്നു. ചുമട്ടുകാർ സാധനങ്ങളെല്ലാം സ്റ്റോറിൽ എത്തിച്ചു തീരുമ്പോഴേക്കും 1ഉം 2ഉമായി മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ചുമട്ടുകാരിലൊരാൾ അകത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്നാ ഞങ്ങളങ്ങ് പൊയ്ക്കോട്ടെ? ആ ചോദ്യം അലീനയോടായിരുന്നു. പോകല്ലേ,
പൈസ തന്നില്ലല്ലോ, ദാ വരുന്നു. അവൾ ഹാൻഡ് ബാഗുമായി ചെന്നപ്പോഴേക്കും ചുമട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞു. ദാ പൈസ വാങ്ങിച്ചോണ്ട് പോ. മഴത്തുള്ളികൾ തലയിൽ വീഴാതെ തലയ്ക്ക് മീതെ കൈപ്പടം വിടർത്തിപ്പിടിച്ച് ഓടുന്നതിനിടയിൽ ഒരാൾ തിരിഞ്ഞു നോക്കി വിളിച്ചു പറയുകയാണ്, അതൊക്കെ പിന്നെ വാങ്ങിച്ചോളാം. അലീന അപ്പോൾ സ്റ്റാൻലിയോട് ആവലാതിപ്പെടുകയാണ്. ഇത്തവണയും അവർ പൈസ വാങ്ങിയില്ല. സ്റ്റാൻലി അപ്പോൾ ചെറിയ ചിരിയോടുകൂടി പറയുകയാണ്, ഇതും കൂടി ചേർത്ത് അവർ വേറെ എവിടുന്നെങ്കിലും വാങ്ങിച്ചോളും. എന്നാലും പണിയെടുത്തിട്ട് പൈസ വാങ്ങാതെ പോകുന്നത് സങ്കടമാണ്. ആ ശരിയാണ്, പക്ഷേ അവർക്ക് നിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റൂ. മഴ ശക്തി ആർജിച്ചു തുടങ്ങി. പകൽ വെളിച്ചം തീരെ മങ്ങി. ഇന്ന് കരണ്ട് വരുന്ന ലക്ഷണമില്ല. ഔതക്കുട്ടിച്ചായൻ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി. രേവതിക്കുട്ടി മുറികളിലും ഡോർമെട്രിയിലും ഷെഡിലുമെല്ലാം മെഴുകുതിരി കൊളുത്തി വെച്ചുകൊണ്ടേയിരുന്നു. സിന്ധു അവളെ സഹായിക്കാനുമെത്തി. അലീന ഒരു ഗ്യാസ് ലൈറ്റ് റാന്തൽ കൊളുത്തിക്കൊണ്ടുവന്ന് വരാന്തയ്ക്ക് കുറുകെയുള്ള അരഭിത്തിയിൽ വെച്ചു. വൈജയന്തി വരാന്തയുടെ തൂണും ചാരി മഴ പെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. സ്റ്റാൻലി അസ്വസ്ഥനായിരുന്നു. വൈജയന്തിയെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൻ്റെ സംഘർഷം ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ട്. മിണ്ടാതെ നിൽക്കുന്നത് തീരെ ശരിയല്ല എന്ന് അയാൾക്ക് തോന്നി. പക്ഷേ എന്തു ചോദിച്ചാലും എന്തു പറഞ്ഞാലും അതെല്ലാം അർത്ഥമില്ലാത്ത ഭംഗിവാക്കായി പോകുമെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ ആരെങ്കിലും അവളോട് സംസാരിച്ചേ പറ്റൂ. അയാൾ മുഖം തിരിച്ചു വൈജയന്തിയെ നോക്കി. അപ്പോൾ തന്നെ വൈജയന്തിയും. സ്റ്റാൻലി തന്നെ തുടക്കമിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴാ പാലായിൽ നിന്ന് പുറപ്പെട്ടത്? വൈജയന്തി പറഞ്ഞു, ഉച്ചയ്ക്ക്. എന്തെങ്കിലും കഴിച്ചിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ സ്നാക്സ് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. ചായയും കാണും. ചായ കുടിച്ചു. രേവതിക്കുട്ടി തന്നു. ഇനി എന്താ സംസാരിക്കേണ്ടത്? സ്റ്റാൻലി ആലോചിച്ചു നിൽക്കുകയാണ്. സുഖമാണോ എന്ന് ചോദിക്കണോ? ഏയ് വേണ്ട, ഒരർത്ഥമില്ലാത്ത ചോദ്യം. പിന്നെ സ്റ്റാൻലി വെറുതെ പറഞ്ഞു, മഴയുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വൈജയന്തി, ഞാനും ഓർത്തില്ല. ഈ സ്ഥലം കൊള്ളാം അല്ലേ? ഞാൻ ആദ്യം കാണുമ്പോൾ ഇതെല്ലാം കാടു പിടിച്ച് കിടക്കുകയാണ്. അവൾക്ക് ഈ സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധം. ഇവിടെയല്ലേ അവൾ കളിച്ചു വളർന്നത്. വെറും ഒരു പരിചയക്കാരിയോട് പറയുന്ന അത്ര ലാഘവത്തോടു കൂടിയാണ് സ്റ്റാൻലി പറഞ്ഞതെങ്കിലും വൈജയന്തിയുടെ ഒരു നോട്ടത്തിൻ്റെ ആഴം അയാളെ സ്തബ്ധനാക്കി. അലീനയെ പ്രസവിച്ച സ്ത്രീയാണ് മുൻപിൽ നിൽക്കുന്നത്. തന്നിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ചത്. ഈ സ്ത്രീയും താനും തമ്മിൽ ഒരു കാലത്ത് മനസ്സുരുകി പ്രണയിച്ചിട്ടുണ്ട്. താൽക്കാലികമായിരുന്നുവെങ്കിലും ഒരു ഉടമ്പടി രജിസ്റ്റർ ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുമുണ്ട്. ഇവരുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഇവരുടെ തലോടലേറ്റ് ഭാവി ജീവിതത്തെപ്പറ്റി വളരെ നീണ്ട ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവളെ കൺകുളിർക്കെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രയിലെ സെൻറ് ക്ലെയർ സ്കൂളിൻ്റെ പരിസരത്ത് അനേകം തവണ താൻ കാത്തു നിന്നിട്ടുണ്ട്. അന്ന് ഇവൾക്ക് ചുറ്റുമായിരുന്നു തൻ്റെ ഭൂമിയും സ്വപ്നങ്ങളും ജീവിതവും ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള സ്നേഹസ്മരണകൾ അയാളുടെ മനസ്സിൽ നഷ്ടബോധവും നൊമ്പരവും നിറച്ചു. വിഷാദത്തോടെ അയാൾ വൈജയന്തിയെ നോക്കി. തുടർന്ന് വികാരഭരിതനായി പറയുകയാണ്, അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവളെ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അവൾ നിന്റെ മോളാണെന്ന് ഞാൻ പറയണമെന്ന്. അതും സാധിച്ചില്ല. ഇനി അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ജയന്തിയുടെ മുഖത്ത് വേദനയുടെ നിഴൽ അയാൾ കണ്ടു. ജയന്തി പറയുകയാണ്, ലാലിച്ചൻ എന്നോട് ക്ഷമിക്കണം. അറിയാതെയാണെങ്കിൽ പോലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. 25 വർഷക്കാലം ഞാൻ ലാലിച്ചനെ തെറ്റിദ്ധരിച്ചു, വെറുത്തു. കല്യാണം നടത്താൻ അമ്മയുടെയെങ്കിലും സമ്മതം വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ആള് വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിയുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. അതിൻ്റെ നനവും വിറയലും സ്റ്റാൻലിയുടെ ഹൃദയത്തിലേക്ക് തരിച്ചു കയറി. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മനസ്സിൽ തോന്നിയ ദേഷ്യവും പകയും പറഞ്ഞാൽ തീരാത്ത അത്ര ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? ആരെയും പഴിക്കുന്നതിലും അർത്ഥമില്ല. നമ്മുടെ വിധി ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. നമുക്ക് അവളെ തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ ആഗ്രഹിച്ച മകളെ, നീ എനിക്ക് തരാൻ കൊതിച്ച മകളെ. വൈജയന്തി ശിരസ്സുമെല്ലെ ഇളക്കി. കണ്ണുകളിൽ ഊറി വന്ന നീർത്തുള്ളികളെ തുളുമ്പുവാൻ അനുവദിക്കാതെ അവൾ ആകാശത്തെ മഴയിലേക്ക് മുഖമുയർത്തി. അലീന എപ്പോഴോ വാതിൽക്കലെത്തിയപ്പോൾ പപ്പയും അമ്മയും സംസാരിക്കുന്നത് കണ്ടു. അവർണ്ണനീയമായ ഒരു ആനന്ദവും ഒപ്പം നൊമ്പരവും അവളുടെ ഹൃദയത്തിലൊരു വേലിയേറ്റമുണ്ടാക്കി. 2 നിമിഷം ഇമയനക്കാതെ അങ്ങനെ തന്നെ നോക്കി നിന്നിട്ട് അവൾ പിന്മാറി. പിന്നീട് രേവതിക്കുട്ടി കാണുമ്പോൾ അലീന പിൻവരാന്തയിലെ ഭിത്തിയിൽ ചാരി ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് നിശബ്ദം കരയുകയാണ്. രേവതിക്കുട്ടി പരിഭ്രമത്തോടെ ചോദിക്കുകയാണ്, എന്തിനാ അലീന ചേച്ചി കരയുന്നേ? എനിക്ക് അറിഞ്ഞുകൂടാ. അലീന ചേച്ചി എന്തുകൊണ്ടാ അമ്മയോട് സംസാരിക്കാതിരിക്കുന്നത്? ഉടനെ അവൾ മുഖം പൊത്തി ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ മോളെ. പപ്പ അന്വേഷിക്കുന്നുണ്ട് അവിടെ. പപ്പയ്ക്ക് പോകാനാണെന്ന് തോന്നുന്നു. അലീന ചേച്ചി അങ്ങോട്ട് ചെല്ല്. അലീന ഷാള് കൊണ്ട് കണ്ണും മുഖവുമെല്ലാം തുടച്ചിട്ട് മുൻഭാഗത്തെ വരാന്തയിലേക്ക് പോയി. അവിടെ ഔതക്കുട്ടിച്ചായനും വൈജയന്തിയും സ്റ്റാൻലിയും നിൽപ്പുണ്ടായിരുന്നു. അലീനയെ കണ്ടപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഇനിയും വൈകിയാൽ ഞാൻ അങ്ങ് ചെല്ലുമ്പോഴേക്കും പാതിരാത്രിയാവും. പപ്പ ഒറ്റയ്ക്ക് പോകണ്ട. ഇന്ന് രാത്രി പോകണ്ടെന്ന് വെച്ചാലോ? ഏയ്, അത് ശരിയാവില്ല. പപ്പയ്ക്ക് ബൈജുവിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഇത്രയും വൈകുമെന്ന് ഞാനും കരുതിയിരുന്നില്ലല്ലോ.
അല്ല, പപ്പ വന്നിട്ട് ഒന്നും കഴിച്ചിരുന്നില്ലല്ലോ. പോകുന്ന വഴി ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ കയറിക്കൊള്ളാം. പപ്പ അങ്ങനെ കഴിക്കൂ എന്ന് അലീനയ്ക്കും അറിയാം. നോൺ വെജ് വേണമെന്ന് നിർബന്ധമാണ്. ഇനി ആരോടും പ്രത്യേകിച്ച് യാത്രയൊന്നും പറയാനില്ല. പോയിട്ട് വരട്ടെ. അയാൾ അലീനയോടായിട്ടാണ് പറഞ്ഞതെങ്കിലും നോട്ടം ഔതക്കുട്ടിച്ചായനെ ഒന്ന് ഒഴിഞ്ഞ് ഒടുവിൽ വൈജയന്തിയുടെ മുഖത്ത് ചെന്ന് തങ്ങി. അലീന ഉടൻ തന്നെ കുടയെടുത്ത് നിവർത്തി സ്റ്റാൻലിയെ ചൂടിച്ചുകൊണ്ട് ജീപ്പിനടുത്ത് വരെ നടത്തി. സ്റ്റാൻലി ജീപ്പിൽ കയറി ഇരുന്നതിനു ശേഷം അവൾ വരാന്തയിലേക്ക് തിരിച്ചു പോന്നു. സ്റ്റെപ്പ് കയറിയപ്പോൾ അവളുടെ കാലിൽ നിന്നും ചെരുപ്പ് തെന്നിപ്പോയി. വീഴാതിരിക്കുവാൻ അവൾ വരാന്തയുടെ തൂണിൽ പിടിച്ചു. അപ്പോഴേക്കും കുട താഴെ വീണുപോയി. അവൾ കുടയെടുത്തപ്പോൾ വൈജയന്തി കൈ നീട്ടി. അലീനെ ഒന്ന് സംശയിച്ച് അമ്മയെ നോക്കി. അമ്മ കൈ നീട്ടി നിൽക്കുകയാണ്. അവൾ ആ കൈയിലേക്ക് കുട കൈമാറി. വൈജയന്തി അത് വാങ്ങി വരാന്തയുടെ ഒരരികിൽ വെച്ചു. മുറ്റത്തേക്ക് തെറിച്ചു വീണ ചെരുപ്പെടുത്തുകൊണ്ട് അലീന വരാന്തയിലേക്ക് കയറി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല വല്യപ്പച്ച. സ്റ്റാൻലി ജീപ്പ് പുറകോട്ടെടുത്ത് മുറ്റത്തിട്ട് തിരിച്ചു. എല്ലാവരുടെയും നേർക്കെന്നവണ്ണം കൈ ഉയർത്തി കാണിച്ചിട്ട് ഓടിച്ചുപോയി. രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകാറുള്ളതാണോ? വൈജയന്തിയുടെ ആ ചോദ്യം കേട്ട് അലീന ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. തന്നോടാണോ ചോദ്യമെന്ന് അവൾ ശങ്കിച്ചു. അത്രയ്ക്ക് സാധാരണമായിരുന്നു ആ ചോദ്യവും ശബ്ദവും. അലീന വൈജയന്തിയുടെ നേർക്ക് മന്ദം തലയാട്ടി. ഇനിയും എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കാതോർത്ത് അവൾ ഇറയത്തേക്ക് കൈനീട്ടി മഴവെള്ളത്തിൽ തൻ്റെ കയ്യിൽ പുരണ്ട മണ്ണ് കഴുകി. വൈജയന്തി പിന്നെ സംസാരിച്ചില്ല. ഞാൻ വെള്ളം ചൂടാക്കി വെക്കട്ടെ ചേച്ചി? രേവതിക്കുട്ടി ഇനിയും തീരാനുള്ള ജോലിയെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ഇട്ട് കൊടുത്തിട്ട് കിച്ചണിലേക്ക് പോയി. ചൂടുവെള്ളത്തിൽ ദേഹം തുടച്ചെടുക്കേണ്ട 3 രോഗികളുണ്ട്. പ്രമേഹം അധികരിച്ച് കാലുകളിൽ വ്രണങ്ങളുണ്ടായവരാണ് 2 പേർ. മറ്റൊരു വൃദ്ധ സ്ത്രീ പക്ഷാഘാതം വന്ന് കുറേ നാൾ കിടന്നതുമൂലം പുറത്ത് ബെഡ് സോർ വന്നിട്ടുണ്ട്. അലീനയാണ് അവരുടെ ദേഹം ചെറു ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി തുടയ്ക്കുന്നതും വ്രണങ്ങൾ കഴുകി മരുന്ന് വെച്ച് കൊടുക്കുന്നതും. രേവതിക്കുട്ടി സിന്ധുവിനെയും അവിടുത്തെ അന്തേവാസിയായ മറ്റൊരു സ്ത്രീയെയും വിളിച്ച് ഭക്ഷണം വിളമ്പുവാൻ നിർദ്ദേശിച്ചു. അലീന രോഗികളെ പരിചരിക്കുന്നത് നോക്കിക്കൊണ്ട് വൈജയന്തി ഡോർമെട്രിയുടെ വാതിലിനരികെ ചെന്ന് നിന്നു. ബെഡ് സോർ വന്ന ഒരു വൃദ്ധയുടെ പുറത്തെ വ്രണങ്ങളിൽ മരുന്ന് വെച്ച് പഞ്ഞി പൊതിഞ്ഞ് ബാൻഡേജ് ഒട്ടിക്കുന്നതിനിടയിലാണ് അലീന അത് കണ്ടത്. അമ്മ തൻ്റെ നേർക്ക് നോക്കി നിർന്നുമേഷയായി നിൽക്കുന്നു. അവളുടെ കണ്ണുകളിലേക്ക് ഉടൻ കണ്ണുനീർ കുതിച്ചെത്തി. ഇതെവിടെ നിന്ന് കൊണ്ടുവരുന്നുവെന്ന് അവൾ തൻ്റെ കണ്ണുകളോട് നിശബ്ദമായി ദേഷ്യപ്പെട്ടു. വെളിച്ചക്കുറവ് കാരണം ഒന്നും വ്യക്തമായി കാണാൻ പറ്റില്ലെന്നുള്ളത് ഇപ്പോൾ വലിയ ആശ്വാസമായി അവൾക്ക് തോന്നി. ഔതക്കുട്ടിച്ചായൻ വരാന്തയിൽ ഒരു കസേരയും ഇട്ട് വെറുതെ മഴയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അലീന വന്ന് അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റു. സ്നേഹനികേതനത്തിലെ മറ്റ് അന്തേവാസികൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് മരുന്ന് കഴിക്കേണ്ടവർക്ക് അതും നൽകിയ ശേഷമാണ് അലീനയും സഹായികളും ആഹാരം കഴിക്കാനിരിക്കുക. ഇന്ന് ആ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്, വൈജയന്തി. രേവതിക്കുട്ടിയാണ് ഭക്ഷണം വിളമ്പിയത്. കഞ്ഞിയും അച്ചാറും പയറുതോരനും പപ്പടം പൊള്ളിച്ചതും. ഇതിന്ന് കുറച്ചെടുത്തു, എനിക്കിത്രയും വേണ്ട. വൈജയന്തി തൻ്റെ പ്ലേറ്റ് അലീനയുടെ നേർക്ക് നീട്ടി. അലീന ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു. അമ്മ തന്നെ നോക്കുന്നത് കാണുമ്പോഴും തന്നോട് സംസാരിക്കുമ്പോഴും ശ്വാസം വിലങ്ങുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അത്രയും കഴിച്ചൂടെ? ഒത്തിരിയൊന്നും ഇല്ലല്ലോ, രേവതിക്കുട്ടി പറയുകയാണ്. അലീനയ്ക്ക് വേണ്ടി വിളമ്പി വെച്ചിരുന്ന പ്ലേറ്റ് വൈജയന്തി എടുത്തു. ഇത് മതി എനിക്ക്, വൈജയന്തി സംതൃപ്തിയോടെ പറഞ്ഞു. വെറുതെ അല്ല, മുമ്പത്തേക്കാൾ കുറെ കൂടെ ക്ഷീണിച്ചിരിക്കുന്നത്. അതും രേവതിക്കുട്ടി തന്നെയാണ് പറഞ്ഞത്. അത് കേട്ട് വൈജയന്തി ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. അത്താഴത്തിന് ശേഷം ഔതക്കുട്ടിച്ചായൻ അലീനയെ വിളിച്ച് വരാന്തയിലേക്ക് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, വൈജയന്തി എവിടെ കിടക്കും മോളെ? അത് സാരമില്ല വല്യപ്പച്ച, എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളും. അങ്ങനെ എവിടെയെങ്കിലും കിടത്തിയാൽ മതിയോ? നിന്റെ അമ്മയല്ലേ? ഓഫീസ് മുറിയിൽ കിടത്തിയാലോ? എൻ്റെ കട്ടിലിൽ കിടന്നോട്ടെ, ഞാൻ വരാന്തയിലോട്ട് തൽക്കാലത്തേക്ക്. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല വല്യപ്പച്ച. അലീന അയാളെ സമാധാനിപ്പിച്ചു. എന്നിരുന്നാലും വൈജയന്തിക്ക് കിടക്കാനൊരു സ്ഥലം കണ്ടെത്തുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പണ്ട് അലീനയും രേവതിക്കുട്ടിയും താമസിച്ചിരുന്ന മുറിയിലാണ് അലീന ഇപ്പോൾ കിടക്കുന്നത്. അവിടെ ഒരലമാര കൂടി വെച്ചിരിക്കുന്നതിനാൽ വീണ്ടും ഒരു കട്ടിലിടുവാനുള്ള സൗകര്യമില്ല. തീർത്തും ചെറിയ മുറിയാണത്. സിംഗിൾ കോട്ട് കട്ടിലുകൾ മാത്രമേ സ്നേഹനികേതനത്തിനുള്ളൂ. 2 കുട്ടികളും സിന്ധുവും കുട്ടിയമ്മ എന്നൊരു സ്ത്രീയും കിടക്കുന്ന മുറിയിൽ രേവതിക്കുട്ടിക്ക് വേണ്ടി പ്ലൈവുഡ് കൊണ്ട് മറച്ചൊരു ക്യാബിൻ താൽക്കാലികമായി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അത് വൈജയന്തിക്ക് നൽകിയിട്ട് രേവതിക്കുട്ടി അലീനയുടെ മുറിയിൽ കിടക്കാമെന്ന് ധാരണയായി. സിംഗിൾ കോട്ട് കാലിയായതുകൊണ്ട് വല്ലാതെ ഞെരുങ്ങി കിടക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. വൈജയന്തി മേല് കഴുകി എത്തിയപ്പോഴേക്കും രേവതിക്കുട്ടിയും അലീനയും ചേർന്ന് വൈജയന്തിക്ക് വേണ്ടി കട്ടിലിന്മേൽ ഒരു പായയും അതിൻ്റെ മേൽ ഒരു കോസടിയും ഷീറ്റും വിരിച്ചിരുന്നു. അലീനയ്ക്ക് ഇനിയും ജോലി ബാക്കിയുണ്ടായിരുന്നു. ഡോർമെട്രിയിൽ ചെന്ന് അവൾ ഓരോ കിടക്കക്കരികിലും അല്പസമയം ഇരിക്കും. ഓരോരുത്തരോടും ആശ്വാസവാക്കുകൾ പറഞ്ഞ് സംസാരിക്കും. അവരുടെ തലയിൽ കൈത്തലം വെച്ച് പ്രാർത്ഥിക്കും. സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ആ അനാഥർ ഉറങ്ങുവാൻ കണ്ണടയ്ക്കുന്നത്. ഏതാപത്തിലും ഏത് സങ്കടത്തിലും അവരെ താങ്ങിപ്പിടിക്കുവാൻ ഒരു പെൺകുട്ടിയുടെ സ്നേഹബലമുള്ള കൈകളുണ്ട്. അതവർക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല. അലീന റൗണ്ട്സ് തീർത്ത് തിരിച്ചെത്തി. അമ്മയും രേവതിക്കുട്ടിയും കട്ടിലിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ടു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ.
അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞിട്ട് കുളിമുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞവൾ തിരിച്ചു വന്നപ്പോൾ രേവതിക്കുട്ടി റാന്തലും തൂക്കി തൻ്റെ മുറിയുടെ വാതിക്കൽ നിൽപ്പുണ്ട്. അവൾ പതിയെ ചോദിക്കുകയാണ്, അമ്മ കിടന്നോടി? രേവതിക്കുട്ടി മുറിയിലേക്ക് കണ്ണു കാണിച്ചു. മുറിക്കുള്ളിലേക്ക് തല നീട്ടി നോക്കിയ അലീന സ്തബ്ധയായിപ്പോയി. തൻ്റെ കട്ടിലിനരികെ നിലത്ത് കോസടി വിരിച്ച് അതിലിരിക്കുകയാണ് അമ്മ. അലീനയുടെ നെഞ്ചിൽ വീണ്ടും ശ്വാസം വിലങ്ങി. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ ഈ കട്ടിലിലോട്ട് കിടന്നോളാൻ. പക്ഷെ അമ്മയ്ക്കിവിടെ നിലത്ത് വിരിച്ച് കിടന്നാൽ മതി, ഞാൻ എന്തു ചെയ്യാനാ? രേവതിക്കുട്ടി കൈപ്പടം മലർത്തിക്കാട്ടി തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി. ഉടനെ ഇടർന്ന തൊണ്ടയോടുകൂടി അലീന പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ രേവതിക്കുട്ടിക്കൊപ്പം അപ്പുറത്തെ മുറി പോയി കിടന്നോളാം. വൈജയന്തി അപ്പോൾ ചോദിക്കുകയാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാനിവിടെ കിടക്കുന്നത് ശല്യമാണോ? അത് കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് കരച്ചിൽ വന്നു. വിതുമ്പിക്കൊണ്ട് അവൾ പറയുകയാണ്, എന്നാൽ ഞാൻ താഴെ കിടക്കാം. അമ്മ നിലത്ത് കിടക്കുമ്പോൾ മകൾ കട്ടിലിൽ കിടക്കുന്നത് അലീന ചേച്ചിക്ക് മനപ്രയാസമുണ്ടാക്കുമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഒന്നുകൂടി വൈജയന്തിയെ നിർബന്ധിച്ചു നോക്കി. യാചനാഭാവത്തിൽ വൈജയന്തി രണ്ടുപേരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇന്നൊരു ദിവസം ഞാനിങ്ങനെയൊന്ന് കിടന്നോട്ടെ. അലീന ചേച്ചി ഇപ്പോൾ വിങ്ങിപ്പൊട്ടിയേക്കുമെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. അവൾ പെട്ടെന്ന് ദൃഢസ്വരത്തിൽ തീർപ്പ് കൽപ്പിച്ചു, ശരി, ഇന്നിങ്ങനെ തന്നെ പോട്ടെ. അമ്മയുടെ ഇഷ്ടമല്ലേ? അലീന ചേച്ചി കിടന്നു. ഗത്യന്തരമില്ലാതെ അലീന കട്ടിലിൽ ചെന്നിരുന്നു. അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി ശാസനാസ്വരത്തിൽ അലീനയോട് ചോദിക്കുകയാണ്, അലീന ചേച്ചി ഇങ്ങനെ കാലും തൂക്കിയിരുന്ന അമ്മ എങ്ങനെയാ കിടക്കുന്നേ? അലീന പെട്ടെന്ന് കാലുകൾ കൂട്ടി കട്ടിലിലേക്ക് കയറ്റിവെച്ചു. ശരി, പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഈ വിളക്ക് ഇവിടെ വെക്കണോ ചേച്ചി? വേണ്ട, നീ കൊണ്ടുപോയിക്കോ, അവിടെയല്ലേ കുട്ടികൾ കിടക്കുന്നത്. അലീനയുടെ ശബ്ദം അടഞ്ഞിരുന്നു. അവളുടെ കണ്ണിൽ കണ്ണുനീരിൻ്റെ തിളക്കം കാണാമായിരുന്നു. അലീന അമ്മയെ നോക്കി കൈകൂപ്പി കണ്ണടച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. സമാധാനമായിട്ട് കിടന്നോളാൻ രേവതിക്കുട്ടി കൈത്തലം കൊണ്ട് അലീനയുടെ നേർക്കൊരാംഗ്യം കാട്ടി. തുടർന്നവൾ അലീനയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു. അലീനയും തിരിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞെങ്കിലും ശബ്ദം കിട്ടിയില്ല. അവൾക്കിനിയും ചിലതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഈറൻമുടി വിതർത്തിയിട്ട് അതൊന്നുകൂടി തോർത്തിയില്ല, ചീകി ഒതുക്കിയില്ല. കിടക്കും മുമ്പ് അലമാരത്തട്ടിലെ യേശുവിനോട് ഇത്തിരി വർത്തമാനം പറഞ്ഞില്ല. ഒന്നിനും അവൾക്ക് കരുത്തുമുണ്ടായിരുന്നില്ല. അവൾ പതിയെ തലയിണയിലേക്ക് ചാഞ്ഞു. ജനൽപ്പടിയിലെ മെഴുകുതിരി നാളം വല്ലപ്പോഴും ഒന്ന് ഉലഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ വൈജയന്തിയുടെ ശബ്ദം അവൾ കേട്ടു. മെഴുകുതിരി അണച്ചേക്കട്ടെ? അലീനയുടെ ആ മൂളൽ പോലും ഒരു ഉൾക്കിടിലത്തോടെയായിരുന്നു. മെഴുകുതിരി അണഞ്ഞു. മുറിയിൽ ഇരുട്ട് വ്യാപിച്ചു. അലീനയ്ക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത് പോലെ തോന്നി. തൻ്റെ പെറ്റമ്മയാണ്, ഒരു കൈ നീട്ടിയാൽ തൊടാവുന്നത്ര അരികിൽ. ഇരുട്ടിന് ഹൃദയമുണ്ടെന്ന് അവൾക്ക് തോന്നി. അത് മിടിക്കുന്നത് കേൾക്കാം. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇരുട്ടിൻ്റെ പാളികൾക്കിടയിൽ ഒരു വസ്ത്രമുരയുന്ന മർമ്മരം. അമ്മയാണോ അത്? എന്തോ ഒരു നിശബ്ദത, ഒരു ദീർഘനിശ്വാസം. ആരോ കട്ടിലിൽ സ്പർശിച്ചുവെന്ന് അവൾക്ക് തോന്നി. അലീനയുടെ കൈകാലുകൾ ഒരാശ്രയത്തിനായി കട്ടിലിനോട് പറ്റിച്ചേർന്നു. അടുത്തു വരുന്ന ഇടറിയ ശ്വാസോച്ഛ്വാസം അവൾക്ക് കേൾക്കാമായിരുന്നു. തോളിനു താഴെ ഒരു സ്പർശനം. അലീനയൊന്ന് ഞെട്ടി. ഒരു കൈ പതിയെ അവിടെ സ്പർശിക്കുന്നു. ഇരുട്ടിൽ രൂപരേഖ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഓരോ സ്പർശനത്തിലും അലീന പിടഞ്ഞു. കൈകാലുകൾക്കുള്ളിലെ അസ്ഥികൾ ഞെരിഞ്ഞു. ഒരു കൈത്തലം അരുമയായി അവളുടെ കവിളത്ത് വന്നു ചേർന്നു. മറ്റേ കൈത്തലം അടുത്ത കവളത്തും തൊട്ടു. വിരലുകൾ വിറകൊള്ളുന്നത് തിരിച്ചറിയാം. മെഴുകുതിരി ഉരുകി വീഴും പോലെ മുഖത്തേക്ക് ചൂടുള്ള തുള്ളികൾ വീഴുന്നു. നെറ്റിയിൽ വിറപൂണ്ട് ചുണ്ടുകൾ അമരുന്നു. അഗാധമായ ഏതോ ഒരു മലയിടുക്കിൽ നിന്നെന്ന പോലെ മോളെ എന്നൊരു വിലാപവും അവൾ കേട്ടു. ഭൂമിയിലേക്ക് പിറന്നു വീഴവേ ഒന്ന് കരയാൻ പോലും ശ്വാസം കിട്ടാതെ പിടയുന്ന കുഞ്ഞിനെ പോലെയായിപ്പോയി അലീന. ഹൃദയം അതിൻ്റെ ചോരക്കുഴലുകളെ പിഴുതെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ട് കുടഞ്ഞു കുതറി. അവൾ കൈകാലിട്ടടിക്കവേ എപ്പോഴോ ഒരിറ്റ് ശ്വാസം കിട്ടി. ഉറക്കെ ഒന്ന് നിലവിളിച്ചു. വിറച്ച് അത് താണു. വീണ്ടും ഏങ്ങി ശ്വാസം വലിച്ചു ഒന്നുകൂടി. പിന്നെ പരിസരം മറന്ന് തന്നെത്താൻ മറന്ന് വാവിട്ടവൾ കരയാൻ തുടങ്ങി. റാന്തലിൻ്റെ തിരി താഴ്ത്തി വെച്ച് കിടക്കുകയായിരുന്നു രേവതിക്കുട്ടി. അവൾ ഞെട്ടി എഴുന്നേറ്റ് തിരി ഉയർത്തി. അവൾ വാതിക്കലെത്തിയപ്പോഴേക്കും സിന്ധുവും കുട്ടിയമ്മയും എഴുന്നേറ്റ് വന്നു. തൊട്ടടുത്താണ് അലീന കിടക്കുന്ന മുറി. അവിടെ നിന്ന് പൊട്ടിയുള്ള കരച്ചിൽ കേൾക്കാം. അത് അലീനയാണെന്നും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സിന്ധുവും കുട്ടിയമ്മയും പരിഭ്രമത്തോടെ രേവതിക്കുട്ടിയെ നോക്കി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പെൻടോർച്ചുമായി ഔതക്കുട്ടിച്ചായനും എഴുന്നേറ്റ് വന്നു. തുടർന്ന് അയാൾ പരിഭ്രമത്തോടെ ചോദിക്കുകയാണ്, അലീനയല്ലേ അത്? അവൾക്ക് എന്താ പറ്റിയത്? ചാരിയിട്ടിരുന്ന വാതിലിന് നേർക്ക് ഔതക്കുട്ടിച്ചായൻ കൈ നീട്ടിയപ്പോൾ രേവതിക്കുട്ടി പറയുക, ഒന്നുമില്ല വല്യപ്പച്ച. വല്യപ്പച്ചൻ പോയി കിടന്നു. ഹ, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിലവിളിക്കുന്നത് കേട്ടില്ലേ കൊച്ചുങ്ങളെ പോലെ? സാരമില്ലെന്നേ, അതിൻ്റെ അമ്മയുടെ അടുത്തല്ലേ? ഔതക്കുട്ടിച്ചായൻ സംശയത്തോടെ രേവതിക്കുട്ടിയെ നോക്കി. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി തുടങ്ങിയിരുന്നു. അവൾക്കറിയാം ഹൃദയം പറഞ്ഞു പോരും വിധമുള്ള ആ കരച്ചിലിൻ്റെ അർത്ഥം എന്താണെന്ന്. 25 വർഷക്കാലം അനാഥയായി അലഞ്ഞ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. രേവതിക്കുട്ടി കണ്ണുനീർ തുടച്ചുകൊണ്ട് എല്ലാവരോടും പറയുകയാണ്, പോയി കിടന്നു, എല്ലാവരും പോയി കിടന്നു.
ഔതക്കുട്ടിച്ചായനും പതിയെ കാര്യം മനസ്സിലായി. അയാൾ മെല്ലെ തിരിച്ചുപോയി. സിന്ധുവും കുട്ടിയമ്മയും മുറിയിലേക്ക് മടങ്ങി. ഡോർമെട്രിയുടെ വാതുക്കൽ ഒരാൾ വന്ന് തല നീട്ടി നോക്കുന്നുണ്ടായിരുന്നു. അയാളോടും പോയി കിടന്നുകൊള്ളാൻ രേവതിക്കുട്ടി കൈകാട്ടി. ഒടുവിൽ രേവതിക്കുട്ടിയും പിൻവാങ്ങി. ഇപ്പുറത്തെ മുറിക്കുള്ളിൽ വൈജയന്തിയുടെ മുറുകിയ കരവലയത്തിനുള്ളിലെ പൊടിക്കുഞ്ഞായിരുന്നു അലീന. ചരിത്രങ്ങൾക്കും സംസ്കാരങ്ങൾക്കും മുമ്പ് ആദിപ്രാചീനങ്ങളായ സസ്തനികളുടെ ആവിർഭാവം മുതൽ അവയുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും കുടികൊള്ളുന്ന ജന്തുസഹജമായ മാതൃതൃഷ്ണയിൽ വൈജയന്തിയും സ്വന്തം കുഞ്ഞിനെ ഒരിക്കലെങ്കിലും മുലയൂട്ടുവാനും നക്കിത്തുടയ്ക്കുവാനുമുള്ള മൃഗീയമായ വെമ്പലോടെ അവളുടെ മുഖം മാറോട് അമർത്തിപ്പിടിച്ച് അവളുടെ ഉടലിൽ ഉരുൾ പൊട്ടിപ്പിടയുന്ന അനേക വർഷങ്ങളിലെ കരച്ചിലുകളെ തഴുകി തലോടിക്കൊണ്ടേയിരുന്നു. ഈ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.